വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാൻ ആക്ച്വലി വീഡിയോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് മുതലേ കാണിക്കാൻ പറ്റിയില്ല. സോ ഞങ്ങളിന്ന് പോണത് ബാംഗ്ലൂരിലുള്ള സിട്രസ് ഫാം ആൻഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ റെസ്റ്റോറന്റ് ആണ്. പക്ഷെ ഭയങ്കര അടിപൊളി വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. റിസോർട്ടാണോ? ഓക്കെ, അപ്പൊ റിസോർട്ട് പോലെയാണ്. ആക്ച്വലി എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല കേട്ടോ. പോയി കണ്ടാലേ ഇപ്പം എന്തൊക്കെയാ അവിടെ നിന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ പോവല്ല, സ്റ്റേ ചെയ്യാൻ പോവല്ല, അതിനൊന്നും അല്ല പോണത്. ആക്ച്വലി ബേസിൽ അവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഇങ്ങനെ വണ്ടി കയറി ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് കയറി പോകാനാണ് ഞാന്. അപ്പോൾ പറ്റുമെങ്കിൽ എനിക്കും കുറച്ച് നമുക്ക് ഈ ആ സ്ഥലം ഒന്ന് കാണിക്കാന്ന് കരുതി. കാരണം ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് മാറി, ബാംഗ്ലൂരിന്റെ ഒരു തിരക്കും ബഹളവും ഇല്ലാത്ത ഒരു പീസ്ഫുൾ, ഒരു നേച്ചർ ഫ്രണ്ട്ലി പ്ലേസ് ആണിത്. സോ ഐ തോട്ട് എല്ലാവരും കാണിക്കാൻ വിചാരിച്ചു. കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, കുറച്ച് പേർക്കെല്ലാം അറിയുന്നുണ്ടാവില്ല. ഞാൻ ഒരുപാട് റീൽസിലെല്ലാം കണ്ടിട്ടുണ്ട് ഈ സിട്രസ് ട്രെയിലിനെ കുറിച്ച്. സോ അവിടെ പോകാൻ നമ്മുടെ വീഡിയോ. സോ ഞങ്ങളിപ്പം മെയിൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇപ്പൊ ഫുൾ ഒരു കാടൊക്കെ ഉള്ള സ്ഥലത്തെ കൂടെ പോയിക്കൊണ്ടിരിക്കണത്. നല്ല ഇത് ബാംഗ്ലൂർ തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര ഒരു രണ്ട് സൈഡിലും പച്ചപ്പ് മാത്രമുള്ള അധികം ആൾക്കാർ ഒരു ഇടത്തെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർ ഫോറസ്റ്റ്. നമ്മൾ എത്താനായി ഏകദേശം ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സും കൂടി പോയാൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ചെക്ക് പോസ്റ്റും കാര്യങ്ങളും, പിന്നെ കുറെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാം. എന്താ എഴുതിയിരിക്കണാവോ? കന്നഡയിലായതുകൊണ്ട് സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ട് ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ടയേർഡാണ്. ബിക്കോസ് ഇന്നലെ കിടക്കാൻ ഒരുപാട് വൈകി ആൻഡ് ഇന്ന് നേരത്തെ എണീക്കണമായിരുന്നു. ഇത് ഒരുപാട് മോർണിംഗ് ഒന്നല്ല കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 9 മണി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ ആകെ ഇങ്ങോട്ടേക്ക് ഒരു അരമണിക്കൂർ ട്രാവലേ ഉള്ളൂ. പക്ഷെ കിടക്കാൻ വൈകിയത് കൊണ്ട് തന്നെ എണീക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഭയങ്കര ക്ഷീണമുണ്ട്, തലവേദനയുണ്ട്, എനിക്ക് കണ്ണ് വേദനിച്ചിട്ട് വയ്യ, എല്ലാ ഇഷ്യൂസും ഉണ്ട്. ബട്ട് സാരമില്ല, നമ്മൾ പോണ പ്ലേസ് ഭയങ്കര റിഫ്രഷിങ് ആൻഡ് റെജുവിനേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ എല്ലാ ടയർഡ്നെസ്സും മാറ്റാം. ചെണ്ടുമല്ലിപ്പാടം. ഞാൻ ആക്ച്വലി ബേസിലെ കൂടെ ഒരു കുറച്ച് പ്രീ വെഡിങ് ഷൂട്ട്സിനൊക്കെ പോയിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക്. ഞാൻ അങ്ങനെ വർക്കിനൊന്നും കൂടെ പോകാറുള്ളതല്ല. ഒരു വെഡിങ്ങിനും പോയിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഗുരുവായൂർ. അത് ആക്ച്വലി ഞാൻ ഗുരുവായൂർ പോയ സമയത്ത് ഞാൻ അപ്പോൾ ഒരു വെഡിങ് കണ്ടെടുത്തപ്പോൾ എനിക്ക് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലും പോയി ഇതും കണ്ടു, വെഡിങ്ങും കണ്ടു. അങ്ങനെ അല്ലാതെ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ അധികം പോയിട്ടേ ഇല്ല. മെയിനായിട്ട് എനിക്ക് അത് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പറയാത്തവരോടൊക്കെ ഒന്ന് കമ്പനി ആവുന്ന ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് വർക്കിനൊന്നും പോയിട്ടില്ല. കുറച്ച് വർക്കിനെ പോയിട്ടുള്ളൂ. ഞാൻ പ്രധാനമായിട്ടും പോവാറ് ഇങ്ങനെ എവിടെയെങ്കിലും കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെയാണ് ഷൂട്ട് വെച്ചാൽ ഞാൻ പോവാറുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ, ഞാൻ ഫ്രീ ഒക്കെ ആണെങ്കിൽ. അപ്പൊ ഇന്ന് എന്തുകൊണ്ടോ എല്ലാം ഓക്കെ ആയിട്ട് വന്നു. സോ അതുകൊണ്ടാണ് നമ്മളുണ്ടല്ലോ ആക്ച്വലി മെയിൻ ടൗൺ വിട്ടപ്പോൾ മുതൽ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഒരുപാട് ഭയങ്കര സൂപ്പറൊന്നുമല്ല. അങ്ങനെ അപ്പൊ അതൊക്കെ കാര്യങ്ങൾ. സോ നമ്മളിപ്പോ ഇവിടെ എത്താനായിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മൾ പോകുന്ന വഴികളൊന്ന് കാണിച്ചു തരാം. ഫൈനലി വി റീച്ച് സിട്രസ് ട്രെയിൽ ഫാം ആൻഡ് കിച്ചൺ. ആക്ച്വലി നമ്മൾ ബനീർഘട്ട നാഷണൽ പാർക്കിൽ പോകുന്ന ആ ഒരു റോഡിൻ്റെ ആ സെയിം സൈഡിലാണ് ഈ സിട്രസ് ട്രെയിലും വരുന്നത്.
ഇവിടേക്കുള്ള എൻട്രി ഈസ് ഓൺലി ത്രൂ റിസർവേഷൻ. സോ നമ്മുടെ ക്ലയൻറ്റ് ഓൾറെഡി ഇവിടുത്തെ റിസർവേഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ആൻഡ് യെസ്, ഈ കാണുന്നതാണ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ വണ്ടി. സോ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഫാമിലേക്ക് പോവാണ്. ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്ലാന്റേഷൻ, ഒരു കോഫി പ്ലാന്റേഷൻ ആണ്. ഒരു 12 ഏക്കർ കംപ്ലീറ്റ്ലി കോഫി പ്ലാന്റേഷൻ. അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരു ഫ്യൂ നമ്പർ ഓഫ് കോട്ടേജസ്, ഒരു ലേക്ക് ഉണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണത്. സീരിയസ്ലി ഇങ്ങോട്ട് കയറി മുതൽ എനിക്ക് ഒട്ടും ഒരു ബാംഗ്ലൂർ പോയി പഠിക്കുന്നേയില്ല. സത്യം പറഞ്ഞാൽ കേരളത്തിലെ നാട്ടിലെവിടെയോ പോയ ഒരു ഫീൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആകെ മൊത്തം ഭയങ്കര സമാധാനമായിരുന്നു ഇതിൻ്റെ അകത്ത്. എടി നീ അസിസ്റ്റന്റ് ആയിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. ഞാനാണ് അസിസ്റ്റന്റ് ഫോട്ടോഗ്രാഫർ. അല്ലോ ഫോട്ടോ ഒന്നും എടുക്കൂലേ. സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ശരിക്കും വയനാട്ടിൽ പോയൊരു ഫീലിംഗ്. സോ നമ്മൾ പോയപ്പോഴേക്കും കപ്പിൾസ് റെഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഫസ്റ്റ് കോസ്റ്റ്യൂമിലുള്ള ഷൂട്ട് എടുത്തു. ഞാൻ ആ സമയത്ത് ബ്രൈഡിൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. ഞാൻ ആനിയുടെ അടുത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പോസ്റ്റ് ആവുമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ ആനിയുടെ കൊണ്ട് നമ്മൾ ഫുൾ കമ്പനി അടിച്ച് അടിപൊളിയായിരുന്നു. ആൻറ്റിക്കും ഭയങ്കര സന്തോഷമായി എന്നെ കണ്ടപ്പോൾ. മിസ്റ്റർ പ്ലേസ് എങ്ങനെയുണ്ട്? പ്ലേസ് ഫോട്ടോസ് എടുക്കാൻ സീനാണ്. 9 മണിക്ക് ഓപ്പണിംഗ് ഉള്ളൂ. 9 മണിയാകുമ്പോഴത്തേക്കും ഫുള്ള് വെയിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് 9 മണിക്ക് ഷൂട്ട് തീരണം. ഒരു 7 to 6:30 to ഒരു 8:30 ആണ് ബെസ്റ്റ് ടൈം. പക്ഷേ ആസ് എ പ്ലേസ് ടു ചിൽ ഇതിനൊന്നും അല്ലാണ്ട് ചുമ്മാ പീസായിട്ട് ഇരിക്കാൻ വരാനാണ് ഈ സെറ്റ്. നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്. സോ നമ്മളെ കപ്പിൾസ് ഡ്രസ് ചേഞ്ചിന് പോയതാണ്. Me and Basil is just chilling with nature. അവിടെ ഇത് കവർ കൊടുക്കാം അല്ലേ ഇതിന്? കുറച്ചുകൂടെ നിൽക്കാൻ വേണ്ടി വരണ്ടേ? ഇവിടെ നിൽക്കാൻ വേണ്ടി വരണ്ടേ? ഇവിടെ എത്ര രൂപയെന്നറിയാമോ? എത്ര അറിയില്ല. നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പൈസ മുടക്കണം. നമുക്ക് ഫാഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എനിക്ക് മണ്ണെണ്ണ വേണം. മണ്ണെണ്ണ മതി, ഞാൻ സെറ്റാക്കി തരാം. ഭയങ്കര പീസ്. ഞാൻ ഇവിടുന്ന് വരുന്നില്ല. എന്നോട് അന്നാണ് ആക്കിയിട്ട് പോയിക്കോ. ഞാൻ അടുക്കളയിൽ പാത്രം കഴുകി ജീവിച്ചോളാം അവിടെ. പറയാൻ എളുപ്പാ. 2 ദിവസം പാത്രം കഴിയുമ്പോൾ അവർ തന്നെ പറഞ്ഞു വിടും. സോഷ്യലിസം ഞാൻ അനുവദിക്കും. ഏതൊരു ഇന്ത്യൻ പൗരനും അവരുടേതായ അഭിപ്രായം ഏത് സ്ഥലത്തും പറയാനുള്ള അവകാശമുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. അത് തന്നെ. നട്ടപ്പൊരി വെയിലത്ത് ഇരിക്കുന്നത് ഇസ് അവർ എൻ്റർടൈൻമെൻറ്റ്. ഭയങ്കര വെയില്. നിങ്ങളാ വീഡിയോസിൻ്റെ ഇടയ്ക്ക് കേട്ട സൗണ്ട് ഇവിടുത്തെ പ്ലാന്റ്സ് നനയ്ക്കാനായിട്ട് മോട്ടർ ഓൺ ആക്കിയതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അല്ലാണ്ട് വെഹിക്കിൾ സൗണ്ട് ഒന്നും ഇവിടെ ഒട്ടും കേൾക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ കപ്പിൾസ് ഡ്രസ്സ് മാറി തിരിച്ചു വന്നു. അങ്ങനെ ബേസിൽ അവരുടെ സെക്കൻഡ് ഡ്രസ്സിലുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സോ ബൈ ദ ടൈം ഞാൻ കരുതി ഒന്ന് ചുറ്റി കാണാൻ സ്ഥലം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ആൻറ്റീനെ വിളിച്ചതാണ്, അതായത് ബ്രൈഡിൻ്റെ അമ്മേനെ. അപ്പം ആൻറ്റി പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന്. സോ ഞാൻ എന്നാൽ എല്ലാം കാണാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. നിങ്ങൾ ആ കണ്ടതാട്ടോ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി. ഓക്കെ, ക്രിസ്റ്റീന ആൻഡ് ആൽബിൻ. ഇനി ഒറ്റയ്ക്ക് കുറച്ച് സമയം ഈ സിട്രസ് ട്രെയിൽ ഫാം ആൻഡ് കിച്ചൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്ത് ചെയ്യണമെന്നറിയോ? ഫോണൊക്കെ വീട്ടിൽ വെച്ച് ലൊക്കേഷനൊക്കെ തന്നെ ഇട്ട് വന്ന് ഇവിടെ ഒരു ബുക്കും കൊണ്ടുവരാം. എന്നിട്ട് ഈ ഫാമിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നിട്ട് ബുക്ക് വായിക്കുക. അത്രയും പീസ്ഫുള്ളായിട്ട് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും മിണ്ടാതെ ആരോട് സംസാരിക്കാതെ എവിടെയെങ്കിലും കുറേ ആലോചിച്ചിരിക്കാം. ഇറ്റ്സ് സോ റിജുവനേറ്റിംഗ്. യാ,
Actually, I am really enjoying the moment. പ്രീവിയസ് ഷോർട്സിൽ നിങ്ങൾ കേട്ട BGM ഞാനിട്ടതല്ല കേട്ടോ, അത് നേച്ചർ തന്നെ ഇട്ടതാണ്. പിന്നെ ആൻറ്റി എൻ്റെ കൂടെ സ്ഥലങ്ങൾ കാണാൻ വന്നു. ഞങ്ങൾ കുറേ നടന്നു, കുറേ സാധനങ്ങൾ കണ്ടു, കുറേ പ്ലാന്റ്സ് കണ്ടു. അപ്പോഴാണ് നമ്മൾ ഒരുപാട് കുരുമുളകിൻ്റെ വള്ളികൾ ഇങ്ങനെ പടർന്നിരിക്കുന്നത് കണ്ടത്. അതിനുശേഷം നമ്മൾ കാപ്പിക്കുരുകൾ ഒരുപാട് ഉണ്ടായിരിക്കുന്നത് കണ്ടു. അതിനുശേഷം നമ്മൾ പോയത് ഒരു വലിയൊരു ഹ്യൂജ് ഒരു കിണറിലേക്കാണ്. നോക്കിയപ്പോൾ അവിടെ കുറച്ച് ചോറിൻ്റെ വേസ്റ്റൊക്കെ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു. ആൻഡ് വെള്ളവും അത്ര വൃത്തിയൊന്നുമില്ല. ഇറിഗേഷൻ ആണെന്ന് വിചാരിക്കുന്നു തൽക്കാലം, അങ്ങനെ ആശ്വസിക്കുക. അത് ഇതാ ഒരു പക്ഷികൾ കൊണ്ടിട്ടോ കൊണ്ടിട്ടൊന്നുമല്ല, ആരും ഒരു മനുഷ്യൻ തന്നെ ഇട്ടതാ. അത്രയും ചോറിടാൻ പറ്റില്ല അല്ലെങ്കിൽ. അതായിരിക്കും. ഞാനീ പറഞ്ഞ ആൻറ്റി വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു ബാംഗ്ലൂർ മലയാളിയാണ്. ആൻറ്റി ഒരു ടീച്ചറാണ് ഇവിടുത്തെ ഒരു കേരള സമാജം സ്കൂളിൽ. സോ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിട്രസ് ട്രെയിൽ ഫാം ആൻഡ് കിച്ചൺ. നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നേ. പിന്നെ ക്വൈറ്റ് എക്സ്പെൻസീവ് എന്ന് കേട്ടു. സോ ഞങ്ങൾ ഓർത്തു വെറുതെ ക്യാഷ് കളയണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരും അവിടുന്ന് ഫുഡ് കഴിച്ചില്ല. ബേസിൽ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ കപ്പിൾസിനോട് സംസാരിച്ചിരിക്കുന്നു. സോ അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കുക. ഐ എം റെക്കമെൻഡിങ് ദിസ് മോർ ടു ബാംഗ്ലൂർ മലയാളീസ് ഓർ ബാംഗ്ലൂരിയൻസ്, ബിക്കോസ് എല്ലാ റഷ് എന്നൊക്കെ ഒന്ന് മാറി ഒന്ന് ശരിക്കും മൈൻഡ് പീസൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.